ഇന്നലെ രാത്രി ലക്ഷ്മിയുടെ ഒരു ഷോ ഉണ്ടായിരുന്നു. ഭയങ്കര വലിയ ഷോ. അതായത് മസ്താനിയെ ഉണിയിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഉണിയിലിനെ അങ്ങ് ഫയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്, ചോദ്യം ചെയ്യാൻ വേണ്ടി. ഭയങ്കര ഷോ. അതായത് മസ്താനിക്ക് ഇല്ലാത്ത വിഷമമാണ് ലക്ഷ്മിക്ക്. സ്പോൺസർഡ് ടാസ്ക് വിൻ ചെയ്ത് അതിൻ്റെ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടയിൽ ഉണിയിൽ മസ്താനിയുടെ ദേഹത്ത് വീഴാൻ പോയതാണ്. അപ്പോൾ അറിയാതെ പിടിച്ചു പോയതാണ്. അതാണ് ലക്ഷ്മി ഇത്രയും വലിയ സീനാക്കി ക്രിയേറ്റ് ചെയ്തത്. ലക്ഷ്മിക്ക് എന്താ പറയുക, ലക്ഷ്മി കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വന്ന സമയത്ത് അനുമോളെ കുറിച്ച് കുറച്ച് ഡയലോഗ്സ് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേൾക്ക്. കണ്ടന്റ് മതി, അതിന് എത്ര ചീപ്പായിട്ടുള്ള കാര്യം പറഞ്ഞോ പറയാതിരിക്കോ എന്നുള്ളത് ആ കുട്ടി നോക്കാറില്ല. സ്ക്രീൻ സ്പേസ് വേണം, ആൾക്ക് ഒരു സ്പേസ് വേണം. ഇപ്പൊ ഈ വഴക്ക് പറയുവാണെങ്കിൽ കൂടി എൻഡ് ഓഫ് ദി ഡേ അത് മാത്രം മതി, ക്യാമറ സ്പേസ് മാത്രം മതി. ഇപ്പൊ ശരിക്കും മനസ്സിലായില്ലേ പുള്ളിക്കാരിയുടെ മനസ്സിലിപ്പം എന്താന്ന്? അതായത് ഇങ്ങനെയൊക്കെ സംഭവിച്ച് അഥവാ ലാലേട്ടൻ വഴക്ക് പറയുകയാണെങ്കിൽ കൂടി ക്യാമറ സ്പേസ് മതി, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കണ്ടന്റ് മതി, സ്ക്രീൻ സ്പേസ് മതി. അത് തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ലാലേട്ടൻ അനുവിനോട് കണ്ടു എന്ന് ചോദിച്ചാൽ കണ്ടു എന്ന് അനുവിന് പറയാൻ പറ്റും. കാരണം വേറെ ആരും പറഞ്ഞ കാര്യമല്ല അനു പറഞ്ഞത്. ലക്ഷ്മിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? മസ്താനി പറഞ്ഞ കാര്യമല്ലേ, അല്ലാതെ ലക്ഷ്മി കണ്ടില്ലല്ലോ. അത് മസ്താനിക്കില്ലാത്ത വിഷമമാണ് ലക്ഷ്മിക്ക്. അങ്ങനെ ചോദിച്ചാലോ? അതുപോലെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടി വേറെ ഒരു നാടകം കളിച്ചിരുന്നു. അതും കൂടി ഒന്ന് കാണും നിങ്ങൾ. ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു ടാക്ടിക്കൽ മൂവ് ആയിരുന്നു ബാക്ക് വെക്കാൻ. പേര് വിളിച്ചല്ലോ, ശ്രദ്ധിക്കാൻ വേണ്ടിയായിരുന്നു. സ്ക്രീൻ പ്രസൻസിന് വേണ്ടി, സ്ക്രീൻ സ്പേസിന് വേണ്ടി ഒരാൾ പറയൂ, എന്താണ് പറഞ്ഞോ? സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. ഓക്കെ, ബാക്കിയുള്ളവർ ഇരുന്നിട്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് എന്താ? വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വരുമ്പോൾ ഇവരോട് എന്തെങ്കിലുമൊക്കെ വഴക്ക് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുറച്ചൊന്ന് ആൾക്കാരിലേക്ക് എത്തണം. അതാണ് ഇവരുടെ ലക്ഷ്യം. ആര്യൻ്റെ ഡ്രസ്സ് വലിച്ചെറിഞ്ഞതായിക്കോട്ടെ, ഈ പോണിയിലുമായിട്ടുള്ള പ്രശ്നമായിക്കോട്ടെ, ആദില നൂറയെക്കുറിച്ച് സംസാരിച്ചതായിക്കോട്ടെ, എല്ലാം ഇവരുടെ പ്ലാനാണ്. അതിന് ഇതിലും വലിയ തെളിവ് അറിയില്ല. ഇവർ തന്നെ പറയുന്നു, കാര്യം എടുത്ത് നോക്കിയാൽ മതി.